ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 ആണ് കേട്ടോ കളിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്രണ്ട് ഡോറോ മെയിൻ ഡോറോ നമ്മൾ ഗ്രാനീനെ ഒരു ചെറിയ കാര്യത്തിൽ കൊടുക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഗ്രാനീൻ്റെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ബാക്കി സ്പൈഡറൊക്കെ ഉണ്ടല്ലോ, മേലത്തെ സ്പൈഡറും അണ്ടർഗ്രൗണ്ടിലത്തെ സ്പൈഡറും ഒക്കെ, അതിനൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടി വരും. ഇങ്ങനെ കട്ടിൻ്റെ അടിയിൽ നിന്ന് മേലൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ഒരു നിമിഷം വിടാതെ ഇങ്ങനെ ചെയ്താൽ ഗ്രാനി അവിടെ ഫ്രീസ് ആയി നിൽക്കും. പക്ഷെ ഒരു നിമിഷം നമ്മൾ സ്റ്റെക്കായാൽ പിന്നെ കഴിക്കും. അപ്പോൾ പിന്നെ ഗ്രാനി നമ്മൾ പിടിക്കും. നമുക്ക് വാതിലടക്കട്ടെ. ഈ ഗ്രാനീനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ നമുക്ക് വാതിലടച്ചപ്പോൾ നമുക്ക് ഈ ടമാഷിൻ്റെ ഉള്ളിലുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല, എൻജിൻ പാട്ട് നമുക്ക് ഫ്രണ്ട് ഡോറിന് ആവശ്യമില്ല, കാർ എസ്കേപ്പിനാണ് ആവശ്യം. ഈ ഫ്രണ്ട് ഡോറിൽ കൂടെ എസ്കേപ്പ് ആവാനാണ് നമുക്ക് 4 സാധനം ഉണ്ട് വേണ്ടത്. ഒന്ന് ചെയിൻ കട്ടർ വേണം, ഹാമർ വേണം, പാഡ്ലോക്ക് വേണം, മാസ്റ്റർ കീ വേണം. ഈ 4 സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ എസ്കേപ്പ് ആവട്ടെ. നമുക്ക് ഇവിടെ കാറിൻ്റെ ഇതാണ്, കാറിൻ്റെ എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്കിവിടെ എന്തെങ്കിലും വെപ്പൺ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ കൊണ്ട് നമുക്ക് മേലെ നിന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടും. അല്ലാതെ അവിടെ നിന്ന് ചെയിൻ കട്ടർ നമുക്ക് ആവശ്യമുണ്ട് കിട്ടും. ചെയിൻ കട്ടറോ കട്ടിംഗ് പ്ലെയറോ മതി, ഏതായാലും കുഴപ്പമില്ല. കട്ടിംഗ് പ്ലെയറാണ് വേണ്ടത്. നമുക്ക് ചെയിൻ കട്ടറും ഇപ്പോൾ കട്ടിംഗ് പ്ലെയറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് വെപ്പൺ കീ അവിടെ പോയി തുറന്നാൽ ഒരു ക്രോസ് ബോയും കിട്ടും, അതിലിടാനുള്ള ഒരു ഉണ്ടിയും കിട്ടും കേട്ടോ. ഇതിൻ്റെ മേലായിട്ടാണ് നമ്മളെ വെപ്പണ് വരുന്നത്. നമ്മളൊരു വെപ്പൺ കീ ഇടാനുള്ള സ്ഥലം ബുക്ക് ഇവിടെ ഉണ്ട്. അത് നമുക്ക് അമ്മച്ചിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ നമുക്ക് സ്പൈഡർമാൻ്റെ കീ കിട്ടും. നമുക്ക് ഇതിൻ്റെ താഴത്തെ അവർ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. എനിക്ക് സ്പൈഡർ മാമീനെ നല്ല പേടിയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഗ്രാനീനെ അത്ര വലിയ പേടിയൊന്നുമില്ല. പിന്നെ മേലത്തെ സ്പൈഡറിനെ അത്ര വലിയ പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്പൈഡർ മാമീനെ എന്തോ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് സ്പൈഡർ മാമിൻ്റെ അടുത്ത് പോകുന്നത് ഞാൻ കുറേ നേരം അവിടെ സ്റ്റെക്കായി നിൽക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നൊന്നും തെറ്റിയിട്ടൊന്നുമില്ല. നമുക്കിതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ. അത് ഈ സാധനം എടുത്ത് കൊണ്ടുപോയി ഇതെല്ലാം മേലെ കൊണ്ടിട്ടാൽ പിന്നെ കുഴപ്പമില്ല. ബേഡ്സിൻ്റെ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തോ സാധനമുണ്ട്, വേണ്ട. ഞാനിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടത് തന്നെ ഞാൻ മറന്നു പോകുന്നുണ്ടോ. ഭയങ്കര മറവിയാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ മേലെ കൊണ്ടിടാം. തള്ളിയിട്ട് നമുക്കിതാ ഇവിടെ കൊണ്ടുവന്നിടാം. നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിടാം. നെക്സ്റ്റ് നമ്മളെ ഹാമറും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം. അത് നമുക്ക് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാൻ ഹാമർ ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ടിംഗ് പ്ലെയർ കണ്ടില്ലേ, കട്ടിംഗ് പ്ലെയർ അല്ല, ചെയിൻ കട്ടർ കണ്ടില്ല. അപ്പോൾ നമുക്ക് 2 സാധനം കിട്ടി. ഇനി ആ പാഡ്ലോക്കും മാസ്റ്റർ കീയും കൂടി കിട്ടിയാൽ നമുക്ക് ഫ്രണ്ട് ഡോർ കൂടെ എസ്കേപ്പ് ആവട്ടെ. അപ്പോൾ ഇതൊരു എസ്കേപ്പിംഗ് ചാലഞ്ചാണ്. എസ്കേപ്പ് ആവുമെന്നുള്ള പിന്നെ ഞാൻ ഇപ്പോൾ എന്തിനും കിട്ടും എല്ലാത്തിനും ഒരു മറപ്പിയാണ്. അതുകൊണ്ടാണ് ഒരു എല്ലായിടത്തൊരു സ്ഥലത്ത് കൂട്ടിടാമെന്ന് പറയുന്നത്. ഹാമർ കുടുങ്ങിട്ടോ ഇന്ന് പോകാൻ പറ്റണില്ല. ഇതിപ്പോൾ എന്താ കുടുങ്ങിയിട്ടോ. ഇപ്പം എന്താ ചെയ്യുക? കളിച്ചിട്ട് പോകണില്ലല്ലോ. ഇത് വലിയണമില്ല, സ്റ്റെക്കായിട്ട് എൻ്റെ ഗെയിം സ്റ്റെക്കായി. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ സമയം പോകണ്ടല്ലോ. ഗെയിം സ്റ്റെക്കായി. സ്റ്റെക്കായിട്ടുണ്ട്. ഇപ്പം എന്തോ ഇപ്പോഴത്തെ ഗെയിം ഇങ്ങനെ സ്റ്റെക്കായത്. ശരി നമുക്ക് പോകാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, ഒന്നുമില്ല കേട്ടോ. നമുക്ക് നേരെ പോയി ഹാമറോട് തുറക്കാം. നേരെ പോയി തുറക്കട്ടോ. ആ ബുക്ക് നമുക്ക് എടുക്കാം. ആദ്യം ഹാമർ അവിടെ നിന്ന് ഇട്ടാട്ടെ, എന്നിട്ട് നമുക്ക് ബുക്ക് എടുത്തിട്ട് കൊണ്ട് അമ്മച്ചിൻ്റെ അവിടെ വെക്കാം. അപ്പം നമുക്ക് ഔട്ട് കണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഗ്രാനീനെ നമ്മളിങ്ങനെ ഫ്രീസ് ആക്കിയാൽ ഗ്രാനി ഇങ്ങനെ അടുത്തേക്ക് വരേണ്ട ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ആ സൗണ്ട് പോവേ ഇല്ല കേട്ടോ.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ സൗണ്ട് ഉണ്ടായിട്ടുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഞാനിപ്പോൾ എന്തിനാണ് ഇതിൽ കൂടെ പോയത് എനിക്ക് ഓർമ്മയില്ല. സോറി കേട്ടോ. ഞാനിതാ എനിക്കൊരു മറവാണ്, ഞാൻ എടുക്കാൻ പോകുന്നത് എനിക്ക് പോലും വരില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ തുറക്കാം. തുറന്നുകൊണ്ട് നമുക്ക് അമ്മച്ചി സ്പൈഡർമാൻ വരുമ്പോൾ മുന്നേ നമുക്ക് അവിടെ പോയി പല സാധനങ്ങൾ തുറക്കട്ടെ. ക്രോസ് ബോ വെച്ചിട്ട് ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ആ സ്ക്രൂ ഡ്രൈവറാണ് എന്നോട്ട് കിട്ടുന്നുണ്ടോ. ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് കളിക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കളിച്ചതാണ്, പക്ഷെ അത് ഞാൻ തോറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജയിക്കുമോ നമുക്കറിയില്ല, മാക്സിമം ജയിക്കാൻ നോക്കും. ഈ സാധനം ഇങ്ങനെ ഇവിടെ എത്തി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പോയി ഷൂട്ട് ചെയ്യാം, ഒന്നും തെറ്റാതിരുന്നാൽ മതി. ഓക്കെ, ഒന്നൊന്നും അങ്ങനെ തെറ്റിയിട്ടുണ്ട്. നമുക്കതാണ് വലിച്ചറിയാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അവിടെ തുറക്കാം. അത് ഹാമർ വെച്ച് ഇവിടെ പൊളിക്കും. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒരു ചെയിൻ കട്ടർ ഇല്ലേ, നമുക്ക് ചെയിൻ കട്ടർ അത് വെച്ചിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയറിൻ്റെ യൂസിൻ്റെ കാര്യം നമുക്ക് ഇവിടെ തുറക്കാം. ഇനി നമുക്ക് ഇതിനിപ്പോൾ എന്തിനാ ഞാൻ അടുത്ത് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ വേണ്ട അറിയാതെ അതെടുത്ത് പോയിട്ടോ. സ്ക്രൂ ഡ്രൈവർ എടുത്ത് തുറക്കാം, ഇവിടെ തുറക്കട്ടോ. അല്ല ഞാൻ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടും ഉണ്ട്. അയ്യോ, ഞാൻ അറിയാതെ ഇങ്ങോട്ട് പോയിട്ടോ. കാറിൻ്റെ അടുക്ക് ചെയിൻ കട്ടർ ഞാൻ മറന്നാണ്ട് പോണ്ടത് എനിക്ക് പോലും അറിയില്ല. സ്ക്രൂ ഡ്രൈവർ ഇടേണ്ട സ്ഥലം ഔട്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ അവിടെ ഞാൻ സ്റ്റെക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് സ്പൈഡർമാൻ ഭയങ്കര കൊല്ലുമ്പോൾ തന്നെ എനിക്ക് എന്തോ മാറി തോന്നും. ബാഡ് ലോക്ക് കായസിനെ നമുക്ക് മാസ്റ്റർ കീ മാത്രം കിട്ടിയാൽ മതി, കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാം. പക്ഷെ മാസ്റ്റർ കീ എനിക്ക് തോന്നുന്നുണ്ട് എവിടെ എസ്കേപ്പ് ചെയ്താലും നമുക്ക് എന്തായാലും ഒരു സാധനം സ്പൈഡർമാൻ്റെ അടുത്തായിരിക്കും, എല്ലാ സാധനവും ഗ്രാനീൻ്റെ അടുത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു സാധനം നമ്മൾ സ്പൈഡർമാമിൻ്റെ അടുത്തുണ്ടാവും. അതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് ചെയിൻ കട്ടർ എടുക്കട്ടോ. ചെയിൻ കട്ടർ എടുത്ത് നമുക്ക് മേലൊക്കെ പോവാം. നേരെ മേലേക്ക് പോവാം. നേരെ മേലൊക്കെ പോവാം. നമുക്ക് ആ ചെയിൻ കട്ടർ വെച്ചിട്ട് അവിടെ കട്ട് ചെയ്യാം. ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മേലൊക്കെ പോയി അവിടെ കട്ട് ചെയ്യാം. നമുക്ക് ആ മാസ്റ്റർക്ക് മാത്രം കിട്ടിയാൽ അത് മിക്കമാറും നമ്മൾ സ്പൈഡർമാൻ്റെ അടുത്ത് തന്നെയായിരിക്കും. കാരണം ഒരു സാധനമെങ്കിലും സ്പൈഡർമാൻ്റെ അടുത്തുണ്ടാവും, ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതുകൊണ്ട് നമുക്ക് നേരെ സ്പൈഡർ കീ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ എടുത്ത് തുറക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ കോണി വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്പൈഡറിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്പൈഡർമാൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. നമുക്കിനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തില്ല. സ്ക്രൂ ഡ്രൈവർ നമുക്ക് തുറക്കാൻ അവിടെ ആവശ്യമുണ്ടല്ലോ. സ്ക്രൂ ഡ്രൈവർ ഞാൻ ഔട്ടില്ല പഠിച്ചത്. ഓക്കെ ഓക്കെ, നേരെ പോയി സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് സ്പൈഡർമാൻ്റെ അടുത്തേക്ക് പോകട്ടോ. എനിക്ക് സ്പൈഡർമാൻ്റെ അടുത്താണ് ഞാൻ അധികം തോൽക്കല്. അതുകൊണ്ട് നമുക്ക് നേരെ സ്പൈഡർമാൻ്റെ അടുത്ത് പോകാം. ലാസ്റ്റ് ഞാൻ കളിച്ചെന്ന് എല്ലാ സാധനവും കിട്ടി, പാഡ്ലോക്ക് മാത്രം കിട്ടിയില്ല കേട്ടോ. പിന്നെ അതെടുക്കാൻ വേണ്ടി സ്പൈഡർമാനെ പോയപ്പോൾ സ്പൈഡർമാനെ കൊന്നു. അതാണെങ്കിൽ ഡേ 5-ലാണ് കേട്ടോ സ്പൈഡർമാൻ കൊന്നത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യം തീരുമാനമില്ല. ഓക്കെ, ഡേ 1 തന്നെ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കറിയില്ല, ഡേ 1 തന്നെ. ഓക്കെ, നമ്മളിതാ സ്റ്റാർട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോകുമ്പോൾ സ്പൈഡർമാൻ നമ്മൾക്ക് പേടിപ്പിച്ച് പോകട്ടെ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് കളിച്ചപ്പോൾ വീണ്ടും ഗെയിംസ് ലാസ്റ്റ് കളിച്ചപ്പോൾ നമ്മുടെ കസിൻസൊക്കെ കളിക്കണം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവർ കളിക്കുമ്പോഴൊക്കെ സ്പൈഡർമാൻ ആദ്യം നമ്മളെ പേടിപ്പിച്ചു. അങ്ങനെ ഡേ 2-ലൊന്നും പേടിപ്പിച്ചില്ല. നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം മാത്രമേ പേടിപ്പിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിട്ടാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റക്ക് ആവില്ല. എനിക്കിവിടെ സ്പൈഡർമാൻ ഏകദേശം എടുക്കണം പോകുന്നതെന്നറിയാതെ എനിക്ക് ഒരു മൂവ് എടുക്കാൻ തന്നെ പേടിയാണ്. സ്പൈഡർമാൻ കൊല്ലുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയുണ്ട് മാതിരിയാണ്. ഓക്കെ, മാസ്റ്റർ കീ നമുക്ക് കിട്ടില്ല. അതാ സ്പൈഡർമാൻ അതെടുക്ക പോയത്. അയ്യോ, കാണുന്നില്ല. എനിക്ക് പഠിച്ചാണ്
മാസ്റ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മാസ്റ്റർ സ്പൈഡർ മാമി എടുക്കാൻ എനിക്ക് എന്തൊക്കെ മറിയത്തോ പേടി തന്നെ എന്തിനാ പേടിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ സ്പൈഡർ മാമി കാണുമ്പോൾ തന്നെ എനിക്ക് നമുക്ക് പേടിയാണ്. ഈ ഗ്രാനീനെ അത്ര അങ്ങോട്ട് പേടിയില്ല കേട്ടോ. എന്താണ് ഗ്രാനി ഭയങ്കര സ്ലോ ആണ്. പക്ഷെ സ്പൈഡർ മാമി കുറച്ച് ഡേഞ്ചറസ് ആണ്. ഏകദേശം എവിടേക്കാണ് സ്പൈഡർ മാമി പോകുന്നത് നമുക്ക് അറിയാതെ നമ്മൾ നെക്സ്റ്റ് മോഡത്ത് എന്തായാലും എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. എവിടേക്കേ പോകേണ്ടത് നമുക്ക് അറിഞ്ഞാലേ നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്പൈഡർ മാമി പിന്നെ മാസ്റ്റർക്ക് ഞാൻ അങ്ങനെ ഇട്ട് കളിക്കേണ്ടതെന്ന് അല്ലാതെ ഇട്ട് പോകുന്നത് സ്പൈഡർ മാമിനെ ഒന്ന് കാണും. സ്പൈഡർ മാമി എടുക്കാൻ പോയത് നേരത്തെ ഇങ്ങനെ പോണ്ട് കണ്ടു. പക്ഷെ എടുക്കാൻ പോയത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നേരത്തെ അയിക്കൂട്ടല്ലോ, നമുക്ക് അതിക്കൂടെ തന്നെ നേരം പോകണം. ഓക്കെ സ്പൈഡർ മാമി എവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും സ്പൈഡർ മാമി അത് അങ്ങോട്ട് പോകണ്ട സ്പൈഡർ മാമി യെസ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. സ്പൈഡർ മാമിയുടെ കൈ നമ്മൾ എസ്കേപ്പ് ആയി. ആദ്യമായിട്ടുണ്ട് സ്പൈഡർ മാമിയുടെ കൈ എസ്കേപ്പ് ആണ് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ നമ്മൾ ഇനി മാസ്റ്റർ കിട്ട് നമുക്ക് തുറന്ന് പോവാം. എസ്കേപ്പ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. യെസ് ഇപ്പം നമ്മൾ എസ്കേപ്പ് ആവും. യെസ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രാനീൻ്റെ യെസ്. നെക്സ്റ്റ് നമ്മൾ കാർ എസ്കേപ്പ് ചുവരിൽ കൂടെ എസ്കേപ്പാണ്. ഏതാ വേണ്ടി നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ യെസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അയ്യോ യെസ്. ഓക്കെ ബൈ